വ്യാജ വാർത്തയ്ക്കെതിരെ നിയമ നടപടിയുമായി CPIM നേതാവ് ജി സുധാകരൻ 24 ലോഗോ കൃത്രിമമായി സൃഷ്ടിച്ച് വ്യാജ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചവർക്കെതിരെയാണ് പുന്നപ്ര പോലീസിൽ പരാതി നൽകിയത്. ജി സുധാകരനും ഭാര്യയും കുംഭമേളയിൽ സ്നാനം ചെയ്തുവെന്ന വ്യാജ വാർത്തയ്ക്കെതിരെയാണ് നടപടി. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകാനുണ്ട്. ആലപ്പുഴയിൽ നിന്ന് മനീഷ്, നമ്മുടെ ലോഗോ വെച്ചാണ് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത്. അതിനെതിരെയാണല്ലോ ജി സുധാകരനും ഭാര്യയും ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്നത്. കേസിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ ഇന്ന് പുന്നപ്ര പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ജി സുധാകരൻ നേരിട്ട് പരാതി കൈമാറിയത്. ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രചരണം നടന്നപ്പോൾ അദ്ദേഹം അത് ഗൗനിച്ചിരുന്നില്ല. പക്ഷേ ഇതിന്റെ പേരിൽ വലിയ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു. അതായത് കുംഭമേളയിൽ അദ്ദേഹവും ഭാര്യ ജൂബിലി ടീച്ചറും കൂടി കുംഭമേളയിൽ പങ്കെടുത്ത് പുണ്യസ്നാനം ചെയ്തു എന്ന രീതിയിൽ ഒരു വാർത്ത, ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ ഉൾപ്പെടെയുള്ള ഒരു വാർത്തയാണ് പ്രചരിച്ചത്. ഇവരുടെ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന ഫോട്ടോയുമായിട്ടായിരുന്നു 24 ന്യൂസിന്റെ വാർത്തയുടെ ചിഹ്നവും ലോഗോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു വാർത്ത പ്രചരിച്ചത്. അത് ഇവർ നടത്തി, അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് ഇതുപോലെയുള്ള ഒരു വ്യാജ പ്രചരണം നടക്കുന്നുണ്ടെന്നൊരു റിപ്പോർട്ട് കൈമാറി. തുടർന്ന് ഈ ഫോൺ നമ്പർ, ഈ വാർത്ത നൽകിയ ആ ഒരു ഓൺലൈൻ ന്യൂസിന്റെ ചാനലുമായി ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ അത് കാസർഗോഡ് സ്വദേശിയാണെന്ന് ബോധ്യപ്പെടുകയും അത് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീടാണ് ഇന്ന് രാവിലെയാണ് ആലപ്പുഴ പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ ജി സുധാകരൻ ഇത് സംബന്ധിച്ച് നിയമ നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് SHOയ്ക്ക് പരാതി കൈമാറിയത്. ഗോപികൃഷ്ണൻ. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്.